Welcome to plus 2 mathematics class, chapter 5, continuity and differentiability. Page 161 problems ആണ്. Find the value of k so that the function f of x is continuous at the indicated points. അതായത് ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്, ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു പൈ ബൈ 2. എക്സ് പൈ ബൈ 2 അല്ലാത്തപ്പോഴെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x എക്സ് പൈ ബൈ 2 ആയിരിക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 3 അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പൈ ബൈ 2 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡഡ് ലിമിറ്റും ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഫംഗ്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 പ്ലസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് പൈ ബൈ 2 തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് പൈ ബൈ 2 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇത് തന്നെ കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x ഉപയോഗിക്കണം. എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 പ്ലസ് ഓഫ് എക്സിനും ഇത് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ രണ്ടിനും കൂടി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കെ ഇൻറ്റു കോസ് പൈ ബൈ 2 ബൈ പൈ മൈനസ് എക്സ് വരുന്നിടത്തെല്ലാം പൈ ബൈ 2 ഇട്ട് കൊടുക്കണം. 2 പൈ ബൈ 2. അപ്പോൾ കെ ഇൻറ്റു 0/0. അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നുകൊണ്ട് നമ്മൾ മറ്റൊരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ടി എന്ന് പറയുന്നത് എക്സ് മൈനസ് പൈ ബൈ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ എക്സ് ടെൻസ് ടു പൈ ബൈ 2 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ പൈ ബൈ 2നോട് എടുക്കുമ്പോൾ ടിയുടെ വാല്യൂ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 0യോട് എടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2xന് പകരം ലിമിറ്റ് ടി ടെൻസ് ടു 0 കെ ഇൻറ്റു കോസ് ഓഫ് ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതാം. പൈ മൈനസ് താഴെയുള്ള 2 ഇൻറ്റു എക്സിന് പകരം ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതുന്നു. കാരണം ടി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് പൈ ബൈ 2 ആയതുകൊണ്ട് എക്സ് ഈസ് ഈക്വൽ ടു ടി പ്ലസ് പൈ ബൈ 2 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 കോസ് ഓഫ് 90 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ തീറ്റയാണ്. സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ പ്ലസ് കോസ് തീറ്റയാണ്. അതായത് ഈ ASTC റൂൾ അനുസരിച്ച് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെല്ലാം പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ്, സൈനും സൈനിൻ്റെ ഇൻവേഴ്സും പോസിറ്റീവ്, തേർഡിൽ ടാനും ടാനിൻ്റെ ഇൻവേഴ്സും പോസിറ്റീവ്, ഫോർത്തിൽ കോസും കോസിൻ്റെ ഇൻവേഴ്സുമാണ് പോസിറ്റീവ്. അപ്പോൾ ഈ പൈ ബൈ 2 എന്ന് പറയുമ്പോൾ 90, പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ് വരും. അപ്പോൾ ഇവിടെ സൈൻ ഓഫ് പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ വരുന്നു. കാരണം സൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവാണ്. കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് മൈനസ് സൈൻ തീറ്റ വരുന്നു. പൈ ബൈ 2 പ്ലസ് തീറ്റ ആകുമ്പോൾ എല്ലാം സൈനിന് കോസ് വരുന്നു, കോസിന് സൈൻ വരുന്നു, ടാനിന് കോട്ട് വരുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് ടി ടെൻസ് ടു 0 കെ ഇൻറ്റു മൈനസ് സൈൻ ടി ബൈ പൈ മൈനസ് 2t മൈനസ് 2 ഇൻറ്റു പൈ ബൈ 2. അതായത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ മൈനസ് 2t മൈനസ് 2 ഇൻറ്റു പൈ ബൈ 2. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു 0 മൈനസ് കെ സൈൻ ടി ബൈ പൈ മൈനസ് 2t പൈ മൈനസ് 2 പൈ ബൈ 2 എന്നുള്ള 2ഉം 2ഉം ക്യാൻസൽ ആകുമ്പോൾ പൈ മൈനസ് പൈ 0 എന്ന് വരുന്നു, മൈനസ് 2t എന്ന് വരുന്നു. അതിനകത്ത് കെ ബൈ 2 മാറ്റി എഴുതുന്നു. ലിമിറ്റ് ടി ടെൻസ് ടു 0 സൈൻ ടി ബൈ ടി ഇൻറ്റു കെ ബൈ 2. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ 1 ആയതുകൊണ്ട് ലിമിറ്റ് ടി ടെൻസ് ടു 0 സൈൻ ടി ബൈ ടിയുടെ വാല്യൂ 1 എന്ന് കിട്ടുന്നു. അപ്പം കെ ബൈ 2 മാത്രം റിമെയിൻ ചെയ്യുന്നു, കെ ബൈ 2. അതുപോലെ തന്നെ എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആയതുകൊണ്ട് എഫ് ഓഫ് പൈ ബൈ 2 ലിമിറ്റ് കെ എക്സ് ടെൻസ് ടു പൈ ബൈ 2 കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2xും തുല്യമാണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് പൈ ബൈ 2ൻ്റെ വാല്യൂ 3 ആണ്, ലിമിറ്റ് വാല്യൂ കെ ബൈ 2 ആണ്. ദെയർഫോർ കെ ഈസ് ഈക്വൽ ടു 6. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളുടെ പുസ്തകത്തിൽ ഇത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തേത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈക്വൽ ടു 3 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2ലാണ് പോയിൻ്റ് ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് സെപ്പറേറ്റ് കാണണം. കാരണം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ലും എക്സ് ഗ്രേറ്റർ ദാൻ 2ലും 2 വാല്യൂ.
ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2, കാരണം 2 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ലെ വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ k ഇൻറ്റു 2 സ്ക്വയർ, k ഇൻറ്റു 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2ലാണ്, അതിൻ്റെ വാല്യൂ 3 ആണ്. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ k ഇൻറ്റു 2 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ k ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4k ഈസ് ഈക്വൽ ടു 3, k ഈസ് ഈക്വൽ ടു 3/4. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. അപ്പോൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു പൈ. എക്സ് ഈസ് ഈക്വൽ ടു പൈയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് പൈയും തുല്യമായിരിക്കും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എസ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് പൈയും തുല്യമായിരിക്കും. എസ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈയിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് കെ പൈ പ്ലസ് 1 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ പൈയിലുള്ള വാല്യൂ, അതായത് കോസ് പൈ. കെ പൈ പ്ലസ് 1ഉം കോസ് പൈയും തുല്യമാണ്, അതുകൊണ്ട് കോസ് പൈയുടെ വാല്യൂ -1 ആണ്. കെ പൈയുടെ വാല്യൂ -1 പ്ലസ് 1 അപ്പുറേ പോകുമ്പോൾ -1 ആകും, -2. കെയുടെ വാല്യൂ -2/. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29, ടെക്സ്റ്റ് ബുക്സിൽ 29. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഈക്വൽ ടു 3x മൈനസ് 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5ലാണ് പോയിൻ്റ് ഓഫ് കണ്ടിന്യൂറ്റി. ലിമിറ്റ് എസ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എസ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് 5ഉം തുല്യമാണ് കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ഇനി ലിമിറ്റ് എസ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ കെ എക്സ് പ്ലസ് 1 ആണ് വാല്യൂ. അവിടെ കെക്ക് വരും 5 കൊടുക്കുമ്പോൾ 5k പ്ലസ് 1. റൈറ്റ് സൈഡ് ലിമിറ്റ് എസ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 5ലെ ഫംഗ്ഷൻ്റെ വാല്യൂ 3x മൈനസ് 5. അവിടെ എക്സിന് 5 എന്ന് കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 5 മൈനസ് 5. അപ്പോൾ 5k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടുന്നു. 5kയുടെ വാല്യൂ പ്ലസ് 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -1 9 എന്ന് കിട്ടുന്നു. കെയുടെ വാല്യൂ 9/5. അടുത്തത് നമ്പർ 5, അതായത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 30. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈക്വൽ ടു എക്സ് എ പ്ലസ് ബി ഇഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 ഈക്വൽ ടു 21 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ അങ്ങനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, എക്സ് ഈസ് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 5, പിന്നെ ലിമിറ്റ് എസ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5, അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ 10 എന്ന പോയിൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് 10ൻ്റെ വാല്യൂ 21, ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് 10 പ്ലസ് എഫ് ഓഫ് എക്സ് 21 വരും. 10 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 10a പ്ലസ് ബി, അതായത് എക്സിന് വരും 10 കൊടുക്കുന്നു. 10a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 21. അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. ഇനി എഫ് ഓഫ് എക്സ് എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് 2 എന്ന പോയിൻറ്റിലും 10 എന്ന പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ലിമിറ്റ് എസ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എസ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് 2 തുല്യമാണ്. അപ്പോൾ ലിമിറ്റ് എസ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എ പ്ലസ് ബി ആണ്. അത് 5ന് തുല്യമാണ്, കാരണം എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 5 ആണ്. 5 എക്സ് ടെൻസ് ടു 2 പ്ലസ് ആകുമ്പോൾ എക്സിന് 2 കൊടുക്കുന്നു. 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. അതുപോലെ തന്നെ ലിമിറ്റ് എസ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എസ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് 10ഉം തുല്യമാണ്. എഫ് ഓഫ് 10ൻ്റെ തുല്യം എന്നുള്ളത് എടുത്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ലിമിറ്റ് എസ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 21 ആണ്.
പിന്നെ മറ്റേത് നമ്മൾ എക്സ് എ പ്ലസ് ബി, അതിനകത്ത് എക്സിന് 10 കൊടുക്കുന്നു, 10a+b. അപ്പോൾ 10a+b = 21. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 80a, അതായത് 2ൽ നിന്ന് 1 കുറച്ചാൽ മതി. 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 10a - 2a 8a, b - b 0, 21 - 5 16. അപ്പോൾ ഇവിടെ വാല്യൂ 2 എന്ന് കിട്ടുന്നു. പിന്നെ ബി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ 1ൽ 5 - b = 5 - 2b എന്ന് കിട്ടുന്നു, 2a എന്ന് കിട്ടുന്നു. അതായത് 5 - 2 × 2 4, 5 - 4 1. Question number 31. Show that the function defined by f of x = cos of s square is a continuous function. അപ്പോൾ ഇവിടെ രണ്ട് ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ കോമ്പസിഷൻ കണ്ടിന്യൂസ് ആണ്. അതുപോലെ സൈൻ എക്സ്, കോസ് എക്സ് ഇതെല്ലാം കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. പോളിനോമിയൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് കോസ് ഓഫ് എസ് സ്ക്വയർ എന്നത് അത് നമ്മൾ ജി ഓഫ് എക്സ് രണ്ട് ഫങ്ഷൻസ് ആയിട്ട് എഴുതുന്നു. ജി ഓഫ് എക്സ് = കോസ് എക്സ് എന്നും എച്ച് ഓഫ് എക്സ് = എസ് സ്ക്വയർ എന്നും എടുക്കുന്നു. അപ്പോൾ ജി കോമ്പസിഷൻ എച്ച് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എച്ച് ഓഫ് എക്സ്, ജി ഓഫ് എസ് സ്ക്വയർ, അതായത് കോസ് ഓഫ് എസ് സ്ക്വയർ, അത് തന്നെയാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഇനി ജി ഓഫ് എക്സ് = കോസ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എച്ച് ഓഫ് എക്സ് = എസ് സ്ക്വയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, അതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അവയുടെ കോമ്പസിഷനായ ജി കോമ്പസിഷൻ എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്. Question number 32. Show that the function defined by f of x = modulus of cos x is a continuous function. Modulus of cos x കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് തെളിയിക്കണം. അപ്പോൾ അത് നമ്മൾ നേരത്തെ മറ്റേ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് എക്സ് = മോഡുലസ് ഓഫ് കോസ് എക്സ്, അതിൽ ജി ഓഫ് എക്സ് എന്നത് മോഡുലസ് ഓഫ് എക്സ് എന്നും എച്ച് ഓഫ് എക്സ് എന്നത് കോസ് എക്സ് എന്നും എടുക്കുക. അപ്പോൾ അവരുടെ കോമ്പസിഷൻ ജി കോമ്പസിഷൻ എച്ച് ഓഫ് എക്സ്, ജി ഓഫ് എച്ച് ഓഫ് എക്സ്, ജി ഓഫ് കോസ് എക്സ്, കോസ് എക്സ്, ജി ഓഫ് എക്സ് മോഡുലസ് ഓഫ് എക്സ് ആയതുകൊണ്ട് ജി ഓഫ് കോസ് എക്സ് മോഡുലസ് ഓഫ് കോസ് എക്സ്. അതാണ് നമ്മുടെ ഫംഗ്ഷനായ എഫ് ഓഫ് എക്സ്. ഇനി ജി ഓഫ് എക്സ് മോഡുലസ് ഓഫ് എക്സ്, മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എപ്പോഴും. അതുപോലെ കോസ് എക്സ് എപ്പോഴും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കോമ്പസിഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സും കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 32. എക്സാമിൻ ദാറ്റ് സൈൻ മോഡ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെയും ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ്, ജി ഓഫ് എക്സ് മോഡുലസ് ഓഫ് എക്സ് എന്ന് എടുക്കുന്നു, എച്ച് ഓഫ് എക്സ് സൈൻ എക്സ്. അപ്പോൾ ജി ഓഫ് എക്സ് = മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് എക്സ് എപ്പോഴും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണല്ലോ. മോഡുലസ് ഓഫ് എക്സ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷനാണ്, അത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുപോലെ എച്ച് ഓഫ് എക്സ് സൈൻ എക്സ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് അവരുടെ കോമ്പസിഷനായ എച്ച് കോമ്പസിഷൻ ജി ഓഫ് എക്സ് = എച്ച് ഓഫ് ജി ഓഫ് എക്സ് = എച്ച് ഓഫ് മോഡുലസ് ഓഫ് എക്സ് സൈൻ മോഡുലസ് ഓഫ് എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. Number 34. Find all the points of discontinuity of f defined by f of x = modulus of x minus modulus of x plus 1. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് = മോഡുലസ് ഓഫ് എക്സ് എന്നും എച്ച് ഓഫ് എക്സ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 എന്നും എടുക്കുക. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ് ആയിരിക്കും. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ സമ്മും ഡിഫറൻസും ഒക്കെ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ജി ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് എക്സും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിലും കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് there is no point of discontinuity.